السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിക്കലുള്ള അധ്യക്ഷരെ, ഗണ്യ വ്യക്തിമാരെ, ഈ സഭാംഗണത്തെ എതിരിലുള്ളതായ സഹോദര സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുരെ പേടിച്ചിട്ട് ഇബാദത്തെടുത്തിട്ട് ആശയാദർശത്തെ സ്വീകരിച്ചിട്ട് യഥാർത്ഥ മുത്തഖയായിട്ട്, യഥാർത്ഥ മോമിനായിട്ട്, യഥാർത്ഥ മുവഹിദായിട്ട് ജീവിക്കൂ. എല്ലാവരും പ്രയത്നക്കും അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിമാരൊട്ടുകൂ ഞങ്ങളെല്ലാവരെയും അള്ളാഹു സേർപ്പാട്ടിത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ അള്ളാഹു ഞങ്ങളെ ഒട്ടു സേർപ്പാട്ടിയ പോലെമേ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശത്തന്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ SKSM നന്ദാവറ ഘടകത്തെ അധീനത്തിൽ നടന്നുകൊണ്ടുള്ള പോലത്തെ ഒരു കാര്യക്രമ ലാന്ദ ഖുർആൻ അതിലെ പ്രചാര അഭിയാനയും ധാർമ്മിക പ്രവചന കാര്യക്രമ ഇണ്ട് നിങ്ങളെതിൽ എനിക്ക് വൈസ്യതായ വിഷയത്തിക്ക് ലാന്ദ ഖുർആൻ. ലാന്ദ ഖുർആൻ ചൊല്ലുമ്പോൾ വിശാലമായ ഒരു വിഷയത്തിക്ക് ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ ഖുർആന് ഈ ദുനിയാവുക അല്ലാഹു മാർഗദർശനായിട്ട് ಪ್ರತಿ ഒരു മനുഷ്യകും മാർഗദർശനായിട്ട് അല്ലാഹു കടത്തിയോ ഹിദായത്തിലെ കിതാബായിട്ട്. ഈ കിതാബിലു അതൊരു സ്റ്റഡി ആക്കിയെങ്കിൽ, അധ്യയനം ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് സത്യേന്ദ്രോ അസത്യേന്ദ്രോ ചെന്നിട്ട് മനസ്സിലാവും. ഹലാൽ എന്തിരെ ഹറാം എന്തിരെ ചെന്നിട്ട് അർത്ഥാവും. ഈ ഗ്രന്ഥത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ನಾನು സംരക്ഷിക്കരേ ചെന്നിട്ട് വൈസിറ ദുനിയാവിൽ വേറൊരു കിതാബേ ഇല്ല. സ്വയം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണത്തോ വൈസിയ കിതാബ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു ചൊല്ല ഈ ഖുർആന്റെ നങ്ങായി തിക്റാവത്തീർണാക്കിയത്, ഈ ഖുർആന്റെ സംരക്ഷിக்கிறവനും നാനായി തിക്രേൻ. അപ്പം അല്ലാഹു സംരക്ഷണത്തെ വഹിച്ചതായ കിതാബ് ഞങ്ങൾക്കെല്ലാവർക്കും മാർഗദർശന ഉള്ള കിതാബ്. ഈ കിതാബിലു ശിഫയും റഹ്മത്തും ഹിദായത്തും പ്രകാശവുമുണ്ട്. ഈ ഖുർആൻ അത്ഭുതത്തിൽപ്പെട്ട ഒരു അത്ഭുതമായി തിക്ര്. കൊറിയാളന്മാർ ഈ ഖുർആന്റെ തമാസാക്കിയർ കളിയാക്കിയ ഇതൊരു കവിതയായി തിക്ര് ചെന്നിട്ടും, ഇതൊരു പുരാണ കഥയായി തിക്ര് ചെന്നിട്ടും തമാസാക്കി കളിയാക്കി കഴിഞ്ഞു പോയിരാറ്. ഇന്നത്തെ കാലത്തിലും അങ്ങനെ ഈ ഖുർആന്റെ പരിഹാസ്യാക്രങ്ങൾ നമുക്ക് കാണുക സാധ്യമുണ്ട്.
ಅಂಗಲೆದಿರ್ಲಿ ನಂಗೆ ಚೆಲ್ಲಗುಲ್ಲೆ ಪಲಕಂದ್ರೆ ಇದ್ರ ಮುನ್ನಲು ಪರಿಹಾಸಿ ಹಾಕಿಯಂಗ ഖുർആന്റെ തിരസ്കരിച്ചങ്ങ കളിയാക്കിയങ്ങ ഖുർആന്റെ അധ്യയന കിതാബത്തിക്ക് ഖുർആനിക്ക് ആകർഷിതനായാറ് ഖുർആന്റെ സ്വീകരിച്ചാറ് അതുകൊണ്ട് തുനിങ്ങ ഖുർആന്റെ ആശയത്തെ സ്വീകരിക്കൂ എവിടത്തോളം ചെന്നെങ്കിൽ ഈ ഖുർആന്റെ അത്ഭുതത്തോ ജിന്ന് വർഗം കൂടെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി സൂറത്തുൽ ജിന്നിൽ അല്ലാഹു ചൊല്ലില്ലേ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ അങ്ങ് ചെന്നാറ് ഖണ്ഡിതമായിട്ടും ഞങ്ങ ഒരു അത്ഭുതമായ ആശ്ചര്യകരമായ ഒരു ഖുർആന്റെ കേട്ട് വന്നറാ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി അത് ഹിദായത്തുക്ക് മാർഗദർശനാക്കരെ ഹക്കിര കಡೆಗೆ മാർഗദർശനാക്കരെ കിതാബൈതിക്കരെ അതുകൊണ്ട് അതിൽ ഞങ്ങൾ വിശ്വാസം വെച്ച വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ ഞങ്ങൾ റബ്ബ് ഒരാളെയും ശിർക്കാക്കില്ല സഹഭാഗിയാക്കില്ല അപ്പൊ ഈ ഖുർആൻ ചെല്ലത് ഹിദായത്ത് കാട്ടു ശിർക്കിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന കിതാബ് അല്ലാഹു അല്ലാത്ത സൃഷ്ടിരൊട്ടുകു ദ്വാരക്കരെ തൊട്ടുത്തു അല്ലാഹുരൊട്ടുകു മാത്രം ദ്വാരക്കുറു ചെല്ലതായ കിതാബ് വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഹിം ഗാഫിലൂൻ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു ചൊല്ലില്ലേ ഖിയാമത്ത് നാൾത്തോളം വിളിച്ചെങ്കിൽ ദുആക്ക് ഉത്തര തരകു സാധ്യല്ല തങ്ങളെ വിളിக்கிறങ്ങളെക്കാളും വലിയ അക്രമി ലാലിമു ആരുള്ളാറ് ഇങ്ങളെ ദുആര വിഷയത്തിൽ അങ്ങ് അശ്രദ്ധയിലുള്ളാറ് ചെന്നിട്ട് അപ്പൊ ആ ഹിദായത്ത് വിളിക്കണോ പഠിച്ചോനൊട്ടു മാത്രം ദുആരക്കൊണ്ടുകൊണ്ട് വിളിക്കുന്ന ഖുർആൻ ഞങ്ങളെ കയ്യിലുണ്ടോ ഞങ്ങൾ ഔത്ര ഷെൽഫിൽ വെച്ചിര ചന്തത്തിക്ക് വയ്ക്കുള്ളതല്ല മൊബൈലിൽ എന്തുണ്ടോ എന്തെല്ലാം ആപ്പ് ഉണ്ട് മൊബൈലിൽ ഖുർആന്റെ ആപ്പ് ഉണ്ട് ചെല്ലുള്ളതല്ല കേവല ബൈഹാട്ടാക്കി മനസ്സിൽ വയ്ക്കുള്ളതല്ല ഈ ഖുർആന്റെ അധ്യയനാക്കിത്ത് അതിലെ പ്രതി ഒരു ആശയത്തെയും സ്വഹാബാക്കന്മാർ സ്വീകരിച്ച പോലെ ഞങ്ങൾ സ്വീകരിക്കണം അപ്പൈത്തിക്കറിനക്ക് ഈ ഖുർആന്റെ ഉദ്ദേശം എന്തിരെ ഖുർആൻ ഞങ്ങൾക്ക് എന്ത് കവത്തിന്നായിരച്ചെന്ത് അർത്ഥം അല്ലാഹു ഒരു വിഷയം കേൾക്കറ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേൾക്കറ അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ നിങ്ങൾ എന്താ വിചാരിച്ചാ മനുഷ്യന്മാരെ വെറുതെ സൃഷ്ടിച്ചിട്ട് ചെന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ മുട്ട തിരിഞ്ഞിട്ട് പോകില്ലേ മടങ്ങിട്ട് പോകില്ലേ വെറുതെ കളിതമാശായിട്ട് അല്ലാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചില്ല അല്ലാഹു സൂറത്തു ദാരിയാത്തിൽ ചെന്നല്ലോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നന്റെ ഇബാദത്ത് എടുക്കുക വേണായിട്ടല്ല ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല ഒരു ഏം വെച്ചിട്ട് മനുഷ്യർ സൃഷ്ടിച്ചിട്ട് അല്ലാഹു വെറുതെ സൃഷ്ടിച്ചിട്ടല്ല എല്ലാവരും അല്ലാഹു സൃഷ്ടിച്ച ഉദ്ദേശത്തെ മനസ്സിലാക്കിയിട്ട് പരലോക യാത്ര പോകുന്നു എന്ന വിഷയത്തെ അർത്ഥാക്കിയിട്ട് ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങളെ മേലുള്ളതായ കഡ്ഡായ ബാധ്യതയായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലി ഖുർആൻ ചെന്നെങ്കിൽ ചുമ്മ അംശം ഉണ്ടതില് ചുമ്മ വിഷയം ഉണ്ടതില് അതിന് അത്ഭുത തീരുകില്ല അതിന് അത്ഭുത അതിന് ആ അത്ഭുതം ഉണ്ടല്ലോ അത് തീരുകില്ല അത്രയും വലിയ അത്ഭുതം ഉള്ളതായിത്തിക്കര് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് ചൊല്ലി ലഖീതു ആബിദൻ മിനൽ ഇബാദ് ഞാൻ ഒരു നാള് ഒരു അല്ലാഹു ഇബാദത്ത് എടുക്കുന്ന ഒരു അടിമരെ കണ്ടേ ഖീല അയാളോട്ട് കേൾക്കപ്പെട്ടിട്ട് ഇന്നഹു ലാ തനാമു ബില്ലൈൽ നീ എന്തുകൊണ്ട് ജാവുക ഉറങ്ങില്ല ഫസഅൽതുഹു ലിമ ലാ തനാം അയാൾ ജാവുക ഉറങ്ങിയോണ്ടില്ല എന്ന് അയാളോട്ട് കേൾക്കപ്പെട്ടത് നീ എന്തുകൊണ്ട് ഉറങ്ങില്ല ഫഖാല മനഅതനി അജായിബുൽ ഖുർആൻ അൻ അനാമ നന്റെ ഉറക്കിറ തടഞ്ഞത്
ഖുർആന്റെ അത്ഭുതമായിട്ടിക്കറ്, ഖുർആന്റെ അത്ഭുതമായിട്ടിക്കറ്. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് കാണുമ്പത്തിಗೆ ആ വിഷയം അല്ലാഹു ഖുർആനിൽ ചെന്ന ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലാഹു. അതേപോലെ സൂര്യനെ ചന്ദ്രത്തെ വെളിച്ചത്തുണ്ട് അല്ലാഹു. ഞങ്ങളെ ഭൂമിയിലുള്ള എല്ലാ വർഷ പോണ്ടോ ബണ്ടോ 4 പോണ്ടോ ബണ്ടോ ഇതെല്ലാം നിർണയിக்கிறവൻ അല്ലാഹു ആയിത്തിക്കറാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ചൊല്ലി, വഖാല അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഖീല ലി റജുലിൻ, ഒരാളിട്ട് കേൾക്കപ്പെട്ടിട്ട് അല തനാം, നീ എന്ത് ഉറങ്ങില്ല? അയാളും ചെല്ലതായിത്തിക്കറ്, എൻ്റെ ഉറക്കറെ ബുടുപ്പാട്ടിയത് ഉറങ്ങാത്ത പോലെ ആക്കിയത് ഈ ഖുർആന്റെ അത്ഭുതമായിത്തിക്കറ്. അയങ്ങളെ ഞങ്ങളെ കയ്യിൽ ഖുർആനുണ്ട്. എത്ര ഞങ്ങൾ അത്ഭുതം മനസ്സിലാക്കിയ ഖുർആന്റെ ആശയത്തെ എത്ര മനസ്സിലാക്കിയ. ഞങ്ങളെ സമുദായത്തിൽ ഖുർആൻ വേണ്ട. ഞങ്ങളെ സമുദായത്തിന് വേണ്ടത് താജു സലാത്തും നാരിയത്ത് സലാത്തും കഞ്ചുൽ അർശും നൂറുൽ ഈമാനും ഇതായിത്തിക്കറ് വേണ്ടത്. ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ അദ്കാറുക, ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ ആശയങ്ങ അതിനെ സ്വീകരിച്ചിട്ട് ഖുർആൻ എത്ര അദ്കാർ ചെന്നിട്ടില്ലേ? സുബൈഗും അസർഗും ചെല്ലകും 4 ദിൻ ഡെയിലി ചെല്ലകും. ഏത് ദിക്റും മനുഷ്യന്മാർക്ക് വേണ്ട, അങ്ക് വേണ്ട ബിദ്അത്തായ ഖുർആനുൽ ഹദീസും ഇല്ലാത്ത അദ്കാർങ്ങ. പിന്നെ ഞങ്ങളെ സമുദായ ഖുർആനിൽ ഇത് ദൂരെ പോയത് കൊണ്ടെത്തു. ഞങ്ങളെ സമുദായത്തില് പടച്ചോണ് കൽപ്പിക്കേണ്ട ആരാധനരെ, പടച്ചോണ് കൽപ്പിക്കേണ്ട സിഫത്തറോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സിഫത്തറോ കൽപ്പിച്ചോണ്ടുള്ള സിഎമ്മയുടെ ഉറച്ചളുടെ ആള് മുദബ്ബിറുൽ ആലമായിട്ടിക്കറ്, ദുനിയാവുരെ കൺട്രോൾ ആക്കുന്ന ആളായിട്ടിക്കറ്. ചെന്നിട്ട് ഖുർആന്റെ ആശയത്തിക്ക് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയത്തിക്ക് നേരെ വിരുദ്ധമായിട്ട് നടന്നുകൊണ്ടുള്ളതായ ആശയ വിശ്വാസ ഞങ്ങളെ ദുനിയാവിലു ഞങ്ങൾ ഖുർആന്റെ പഠിക്കുമ്പോ ഖുർആന്റെ അർത്ഥ സഹിത പഠിക്കും. അത് കൈത്തിക്കില്ല. എന്ത് ഖുർആന്റെ യോജന വെച്ചിരോ 10-15 വർഷത്തെ ഉൽക സമുദായത്തിക്ക് ഖുർആന്റെ പഠിപ്പാട്ടും അർത്ഥയും അതിന്റെ വേർഡ് മീനിങ്ങും അതിന്റെ തഫ്സീറും അത് പഠിക്കുമ്പോ 100 കണക്കില് ഹദീസും ഞങ്ങൾക്ക് അധ്യയനാക്കാവൂ. ഞങ്ങൾ എത്ര ആളമാർ പോനാലമത്തെ ഹന്തത്തെ എക്സാമുക്ക് മുട്ടയിര് ജനുവരി 5 തുടങ്ങുറോ, അല്ലെങ്കിൽ ജനുവരി 5 കഴിത്ത് എക്സാം നടക്കരുത്. ഇതിൽ ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങളെ ആളന്മാരിൽ എത്ര ആൾ പാർട്ടിസിപ്പേറ്റ് ആക്കിയാറ്? ഖുർആന്റെ ആശയത്തിൽ ഒരു അക്ഷര ഓതിയെങ്കില് 10 കൂലിയുള്ള ഏകൈക കിതാബ്, ഒരേ ഒരു കിതാബ് ദുനിയാവിൽ തേടി കിട്ടല. നിങ്ങൾക്ക് ബയോളജി പഠിക്കാറ്, സയൻസ് പഠിക്കാറ്, ഏതെല്ലാം പഠിക്കാറ്, പഠിക്കട്ടെ ദുനിയാവുക വേണാവൂ. ആയെങ്കില ഏത് പഠിച്ചെങ്കിലും ഖുർആൻ പാരായണാക്കിയോ ഖുർആൻ അധ്യയനാക്കിയോ ആക്കി കിട്ട പോലത്തെ 1% കൂലിയും അത് കിട്ടല. അത്രയും മഹത്വമേറിയ കിതാബ് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അല്ലാഹുക്ക് കൊറിയ സ്വന്തക്കാർ ഈ ഭൂമിയിലുള്ളാര് അഹ്ലീൻ ആര് കേട്ടപ്പ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളന്മാർ, ഖുർആൻ പഠിച്ചങ്ങ, ഖുർആൻ അധ്യയനാക്കിയ, ഖുർആന്റെ ജീവിതത്തിൽ സ്വീകരിച്ചങ്ങ. നിങ്ങൾക്ക് മൊബൈൽ നോക്കി എത്ര നേരമുണ്ട് മോമിനിങ്ങളെ? മൊബൈൽ നോക്കി ടൈം വേസ്റ്റ് ആക്കി എത്ര നേരമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരു ആയത്ത് എടുത്തിട്ട് അതിന്റെ അർത്ഥവും തഫ്സീർ പഠിച്ചെങ്കിലേ ഞങ്ങളെ ജീവിത ഖൈറിലായില്ലേ? സഹാബാക്കന്മാർ ഖുർആന്റെ നബിയുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് 10 ആയത്ത് പഠിച്ചെങ്കിലേ അതിന്റെ ജീവിതത്തിൽ അധ്യയനാക്കിടത്തോളം സ്വീകരിക്കുന്നിടത്തോളം 14ാമത്തെ ആയത്ത് പഠിക്കാൻ പോകണില്ല. ആയത്തിലുള്ള ആശയത്തെ ഉൾക്കൊണ്ടോണിന്നാറ് അയെങ്കിൽ ഞങ്ങളെ സമുദായത്തിന് അത് വേണ്ട. അത് കൊണ്ടെത്തോ ഈ ഖുർആന്റെ ദൂരായത് കൊണ്ടെത്തോ അള്ളാഹുരെ സിഫത്തിരോ ആള് ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും സമർപ്പിച്ചോണ്ടുള്ളാറ്. മരിച്ചു പോകുമ്പത്തേക്ക് ഞങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്തല്ല മരിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതല്ലേ തൗഹീദ് പഠിക്കണോ ഉണ്ടല്ലേ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആൻ ചൊല്ലി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കോറു, അർത്ഥാക്കോറു, മനസ്സിലാക്കോറു. ചെന്നിട്ട്
ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടേറ്റിക്കുന്ന ഒരാൾ മരിച്ചു പോവേണ്ടത് അവസാനത്തെ കലാം ആരത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിത ദഖലൽ ജന്ന അവന് സ്വർഗ്ഗത്തിക്ക് പോണ്ടാണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ ഞങ്ങൾക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുമ്മാളമാർക്ക് വേണ്ട അകത്തിയില്ല സമുദായത്തിൽ അങ്ങ് വേണ്ട മരിച്ചു പോകുമ്പോഴത്തേക്ക് സിഎം ചെന്നിട്ട് മരിച്ചു പോകണം ഒരു മൂലാറ് വാത് ചെല്ല് എവിടത്തോളം അധപതനത്ത് എത്തിരാർ ഔലിയാക്കന്മാരെ പേര് ചെന്നിട്ട് മരിച്ചു പോട നല്ലതായിട്ട് ഞങ്ങൾ വീഡിയോ എല്ലാം നോക്കിയങ്ങ പുതിയ ടൈപ്പ് വീഡിയോ വേണ്ടേ അപ്പൊ ഞങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കണ്ടേ ഇത് നേരാ അല്ല കളവാച്ചെന്ന് അറിയണുണ്ടായ ഖുർആൻ അധ്യയനാക്കോറു നബിയുടെ സുന്നത്തിനെ പഠിക്കൂ ഖുർആൻ പഠിച്ചിട്ട് എത്ര ആളമാർ ചേഞ്ച് ആയിരിക്കും സഹാബാക്കന്മാർ റുബീൻ ചെന്ന ഒരാളിന് നിരീശ്വരവാദിയായിട്ട് ഒരാൾ അയാൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ഉമ്മയും അബ്ബരെ നടുവിൽ വിവാഹ വിച്ഛേദനം നടന്നിട്ട് പിന്നെ അതേ സന്ദർഭത്തിൽ അയാളോ ഒരു സ്നേഹിത വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ട് അതേ സന്ദർഭത്തിൽ അയാൾ ഔത്തുലു ബൽത്തിയൊടുന്ന സാക്കുനായും ചത്തുപോയിട്ട് ഇങ്ങനത്തെ സന്ദർഭത്തിൽ ആ റുബീൻ ചെല്ലുടെ ആള് നിരീശ്വരാദിയായിട്ട് ആള് കങ്കാളായി പോയിട്ട് ടെൻഷൻ അടിച്ചു പോയിട്ട് ഈ ദുനിയാവരെ ഉദ്ദേശം എന്തരോ ഈ ദുനിയാവരെ ജീവിക്കുന്ന ഉദ്ദേശം എന്തരോ നാ എന്തൊക്കെ ജനിച്ചിരോ ഞാൻ ഇനി എവിടെ പോണ്ടോ ചെന്നിട്ട് അയാളെ മനസ്സിൽ പ്രശ്ന ബന്ധ് അയാൾ അബ്ബയും ഉമ്മയും സ്വീകരിച്ചതായ ക്രിസ്ത്യാനിറ്റി അധ്യയനാക്ക പോയിട്ട് അതില് ഒരേ ആള് അബ്ബയും മോനും ദേവ ചെന്നിട്ട് ദേവനും ദേവപുത്രനും ചെന്നിട്ട് അങ്ങനെ അതിരെ കൈവിട്ടത് അയാൾക്ക് ഇഷ്ടമില്ല അവിടെ അയാൾ ഹക്ക് ഉത്തരം കിട്ടിയില്ല പിന്നെ ഹിന്ദുയിസം സ്റ്റഡിയാക്കിച്ച് അതിലും കിട്ടിയില്ല അതേപോലെ അയാള് യഹൂദി ഇസം അതും സ്റ്റഡിയാക്കിയത് അതുകളും അവിടെയും അയാൾക്ക് ഹക്കിനെ കണ്ടെത്തുക ആയില്ല ബൗദ്ധധർമ്മത്തെ സ്റ്റഡിയാക്കിയത് അവിടെയും ഹക്ക് മനസ്സിലാക്കുകയില്ല അങ്ങനെ ഒരു നാളിൽ നിരാശനായിട്ട് ഒരു ജാഗ്രത വെച്ചോണ്ടിരിക്കുമ്പോ അയാള് ഒരു ക്രിസ്ത്യൻ ബ്രദർ ഒരു ചങ്ങായി ചെന്ന് നീ എല്ലാ ധർമ്മത്തെയും സ്റ്റഡിയാക്കിയല്ലേ നീനൊന്ന് ഇസ്ലാമിനെ സ്റ്റഡിയാക്കി നോക്കൂ ചെന്നിട്ട് അങ്ങനെ ഇസ്ലാമിനെ സ്റ്റഡിയാക്കുന്ന വിഷയത്തിൽ അയാൾ എന്ത് ചെന്ന് കൊത്തുണ്ട ടെററിസം ദീനായിട്ടുള്ള തീവ്രവാദ ദീനായിട്ടുള്ള ഇസ്ലാമിനെ സ്റ്റഡിയാക്കണമാ ഇല്ല ചെന്നിട്ട് അങ്ങനെ കൊറിയ തിങ്ങളുടെ പിന്നെ അയാള് ഒരു പള്ളിയുടെ എതിരിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ പള്ളിയുടെ ഉൾഗത്തിൽ എന്തോരു വൈറ്റ് ഡ്രസ് ഇട്ട ഒരാൾ പുറത്ത് വന്നോണ്ട് ഇയാൾ കുത്തുകൊലത്തിൽ അപ്പുറം പോയിട്ട് ഇയാൾ വിചാരിച്ചിട്ട് നാന് പള്ളിയിൽ ഈ ബിളി വർഗത്തെ നാന് പോയത് കൊണ്ടുത്തു നന്റെ മേലെ പെർമിഷൻ ഇല്ലാണ്ട് പള്ളിയുടെ ഉൾഗ എൻട്രായത് കൊണ്ടുത്തു കമ്പൗണ്ടറെ ഉൾഗ എൻട്രായത് കൊണ്ടുത്തു നന്റെ മേലെ എന്നും ക്രമം എടുക്കുകയും അയാൾ വന്നോണ്ടുള്ള മാൻ അല്ല ഇയാൾ പോയ പിന്നെ അയാള് കൂട്ടിയോണ്ടു ഇതാ പള്ളിയുടെ ഒരു ഓഫീസ് കൂട്ടിയോണ്ട് പോയി അയാൾക്ക് ഇസ്ലാമിന്റെ വിഷയത്തിൽ റുബീൻക്ക് ചൊമ്മ ക്വസ്റ്റ്യൻ ആസ്ട്രേലിയക്കാരനായ റുബീൻ ഇസ്ലാമിന്റെ എന്ത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് ഉത്തരം കൊടുക്കുറോ ഖുർആന്റെ ട്രാൻസ്ലേഷൻ കാട്ടിച്ചതാ ഇതിലുണ്ട് ആൻസർ നോക്കറു ചെന്നിട്ട് ഇങ്ങനെ പുനരാവർത്തന ആയതോടുകൂടെ റുബീൻ കേക്കറ് ഞാൻ എന്ത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങ ഖുർആൻ കൊണ്ടുത്തു ജവാബ് ചെന്നുകൊണ്ടുള്ളാരല്ലേ ഖുർആന്റെ ട്രാൻസ്ലേഷൻ കാട്ടിക്കൊണ്ടുള്ളാരല്ലേ എന്ത് കൊണ്ടുത്തു അത് അങ്ങ് കൊടുത്ത ഉത്തര ഈ ദുനിയാവുരെ സൃഷ്ടികർത്തനായ സൃഷ്ടികർത്ത സത്യസന്ധമായിട്ടും യുക്തിപൂർണമായിട്ടും കൊടുത്ത് ഉത്തരത്തെക്കാളും വലിയ ഉത്തര നക്കെന്ത് തറകൊണ്ടു നക്കെന്ത് ചൊല്ലകൊണ്ടു അയാൾ ഇസ്ലാമിന്റെ കിടക്ക് പിന്നെയും ആകർഷിതനായിട്ട് ഇസ്ലാമിന്റെ കിടക്ക് പിന്നെയും ആകർഷിതനായിട്ട് അയാൾ ഇസ്ലാമിന്റെ വിഷയത്തിൽ പഠിക്കു തുടങ്ങി ഇസ്ലാം അനാഥന്മാർക്കുള്ള ഹക്ക് പെണ്ണുങ്ങൾക്കുള്ള ഹക്ക് നിരപരങ്ങളിട്ടുള്ള കൊടുക്കേണ്ട ഹക്ക് ഇങ്ങനെ ബിളി വർഗ കറുത്ത വർഗ ബെൽത്ത വർഗ ചെന്ന് താരതമ്യം
ಇಲ್ಲ ಈಗಂತ ಎಲ್ಲ ಸ್ಟಡಿ ಹಾಕಿತ್ತು ಅವರ ನಾಳೆ ಔತುಲು ತೆಚ್ಚಿತ್ತು ಈಗ ഖുർആൻ ഓതി ഓടിക്കുമ്പോ ഖുർആൻ പാരായണം ആക്കി ഓടിക്കുമ്പോ അയാൾ അല്ലാഹുവിനോട് ചൊല്ല് റബ്ബേ അല്ലാഹുവേ നീനെ സൃഷ്ടികർത്താൻ ഞാൻ അംഗീകരിക്കാൻ റെഡിയുള്ളേ നീനെ സൃഷ്ടികർത്തനായിട്ട് അംഗീകരിക്കാൻ ഞാൻ റെഡിയുള്ളേ ആയെങ്കിൽ എനക്കൊരു ദൃഷ്ടാന്ത വേണം നീനക്കൊരു ദൃഷ്ടാന്ത കാട്ടി എല്ലാം ലൈറ്റ് ഓഫ് ആക്കി തയ്യാല് ഒരു ക്യാൻഡിൽ കത്തുപാടി ഖുർആൻ ഓതിയിട്ടുണ്ട് ഒരു ചെറിയ ദൃഷ്ടാന്തം വന്നെങ്കിൽ യാറ് വലിയ ദൃഷ്ടാന്തം വേണ്ട ഈ ക്യാൻഡിൽ മേലേക്ക് പോയെങ്കിൽ സ്വയം മേൽ പോയി കീഴിൽ വന്നെങ്കിൽ അങ്ങനെ കുറേ നേരം ചുമ നേരം കാത്തിച്ചിട്ട് ഒരു മിറാക്കിലും ഒരു ദൃഷ്ടാന്തവും പണ്ടില്ല അങ്ങനെ അയാൾ അവിടേക്ക് ഉറങ്ങിപ്പോയി കുറേ നേരം ഉറങ്ങിയ പിന്നെ അയാളെ ഈ വിഷയത്തെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ തേടിയും കാണുക റുബിൻ്റെ ഉറക്കിൽ നിന്ന് എഞ്ചപ്പ അയാൾ ഇത്രത്തോളം ഓതിയോണ്ടിന്ന് ഖുർആന്റെ ആയത്രോ നെക്സ്റ്റ് പേജ് ഖുർആൻ ഓതിയോണ്ട് അവിടേക്ക് ഉറങ്ങിയില്ലല്ലേ ദൃഷ്ടാന്തത്തെ കാത്തു തെച്ചിത്ത് ദൃഷ്ടാന്ത ബറാത്താമത്തെ അവിടേക്ക് ഉറങ്ങി പോയിത്തല്ലേ അതിന് പിന്നത്തെ നെക്സ്റ്റ് പേജ് അയാൾ ഓതുക തുടങ്ങി ഖുർആന്റെ നെക്സ്റ്റ് പേജിൽ അള്ളാഹു എന്തിന് ചെല്ല ഇയാളെ പ്രശ്നക്ക് അതിൽ ആൻസർ ഉണ്ട് ഇയാളെ പ്രശ്നക്ക് എന്തിന് ഖലഖസ് സമാവാതി വൽ അർദ് ആകാശഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹു ആയിട്ടിക്ക ചന്ദ്രനെയും നക്ഷത്രത്തെയും അതിലെ വെളിച്ചത്തെ ഉണ്ടാക്കിയവൻ അള്ളാഹു ആയിട്ടിക്ക വർഷത്തെ കണക്ക് തന്നവൻ അള്ളാഹു ആയിട്ടിക്ക ഇതെല്ലാം കേട്ട പിന്നെ അള്ളാഹു ഒരു പ്രശ്നം കേക്കറേ വേറൊരു ആയത്തില് വഖാലു ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി കൊറിയാളമാർ കേക്കറാറ് എന്തിനെ കേക്കറാറ് എന്തുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ദൃഷ്ടാന്ത ബണ്ടില്ല ദൃഷ്ടാന്ത കണ്ണിരെതിരിലുണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് നക്ഷത്രമുണ്ട് ചന്ദ്രമുണ്ട് ഇതിലെല്ലാം കണ്ടെത്തും അയാൾക്ക് മനുഷ്യന്മാർക്ക് ഒരാളന്മാർക്ക് കേൾക്കുന്ന ദൃഷ്ടാന്തം എന്ന് പണ്ടില്ല ഈ ക്വസ്റ്റ്യൻ റുബിൻ വിചാരിച്ചത് രണ്ടൊട്ടുകമേ കേട്ടോണ്ടുള്ളതാ ഈ ക്വസ്റ്റ്യൻ റുബിന്റെ മനസ്സിൽ നിന്ന ക്വസ്റ്റ്യൻ അല്ല അതേ ക്വസ്റ്റ്യന്റെ ആൻസർ ഖുർആനിൽ കിട്ടിയിട്ട് അത് ഓതിട്ട് തീരതോടു കൂടെ റുബിൻ ഇസ്ലാമുകു സലണ്ടർ ആയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരു സത്യവിശ്വാസിയായിട്ട് ബദലായിട്ട് ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് ഫുലൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രം കേട്ടിരിക്കുക മോമിനീങ്ങളെ എത്ര ബെടക്ക് തരത്തിൽ മുങ്ങിട്ടിന്ന ആള് ഹറാമിൽ മുങ്ങിട്ടിന്ന ഫുലൈൽ ഇബ്നു ഇയാദ് ഞങ്ങളെ സമുദായത്തിലുള്ള ശിർക്കിലും ബിദഅത്തിലും ഹറാമിലും ഔലിയാക്കന്മാരിട്ട് ദ്വാരക്രതുകും കഞ്ചുൽ അർശുകും നൂറുൽ ഈമാനും താജു സലാത്തുകും നാരിയത്തു സലാത്തു പോയിട്ടുള്ളങ്ങ ഈ ഖുർആന്റെ സ്റ്റഡിയാക്കി ഞങ്ങൾ എനിക്ക് ഹക്ക് മനസ്സിലാവാത്ത റുബിൻക്ക് ഖുർആൻ മനസ്സിലായ പോലെ ഫുലൈൽ ഇബ്നു ഇയാദ് ഖുർആൻ മനസ്സിലായ പോലെ നിങ്ങൾക്ക് പരലോകത്ത് യാത്ര പോകില്ലേ ദുനിയാവിലെ ജീവിത ശാശ്വതമാ ഒരു മനുഷ്യകും ഗൊന്തില്ല എപ്പൈത്തിക്കർ മരണ പണ്ടേ ചെന്നിട്ട് ഏ സന്ദർഭത്തിലായിത്തിക്കർ മരണ പണ്ടേ ചെന്നിട്ട് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എല്ലാ മനുഷ്യന്മാരും മരണപ്പെട്ടത് പോകുന്നു കുല്ലു മൻ അലൈഹാ ഫാൻ ഈ ഭൂമിയിലുള്ള എല്ലാ നാശമായിട്ട് പോകുന്നു ആരും ഈ ദുനിയാവിന്റെ മേൽ ശാശ്വതമായിട്ട് ജീവിക്കുന്ന ആരും ഇല്ല ഖുർആന്റെ ആശയം പഠിച്ചെങ്കിൽ ഇത് ഹക്കല്ല മനസ്സിലാവൂ ഫുലൈൽ ഇബ്നു ഇയാദ് ഖുർആന്റെ ഒരു ആയത്ത് കേട്ടിട്ടും ബദലായ ഒരാള് അനൈതിക ചട്ടുവട്ടിക്കല് റായത്തോർ പെണ്ണു പോകുമ്പോ പെണ്ണിനെ വശീകരിച്ചോടിന്നോ കച്ചവടത്തെ സംഘം പോകുമ്പോ അതിരെ കൊല്ലടിച്ചോടിന്ന ആളായിട്ട് ഒരു നാൾ ഒരു പെണ്ണിനെ കാണ്ട് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ആ പെണ്ണൊരു പെറോളിൽ പോയി എന്തായെങ്കിലും ആ പെണ്ണിനെ വശീകരിക്കണോ ചെന്നിട്ട് പോയിട്ട് മതിൽ ജമ്പാക്കിയിട്ട് ആ പെണ്ണിന് ഔത്തുരെ മുട്ട പോയിട്ട് എത്തിട്ടാകുമ്പോഴത്തേക്ക് ആ പെണ്ണരോ ഔത്തുര ഉൾഗത്തിൽ നിന്ന് ഖുർആന്റെ ആയത്ത് ഓതുന്നത് കേൾക്കറേ ഏതായത്ത് സൂറത്തുൽ ഹദീദിലെ ഒരായത്ത് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് നിങ്ങൾക്ക് ടൈം ആയിട്ടില്ലേ ഞങ്ങളൊട്ട് എല്ലാരോട്ടും കേൾക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാഹു
ഫുളൈൽ ഇബ്നു ഇയാദ് കാട്ടയമുള്ള ആയത്ത് കൊണ്ടു അട്രാക്ഷൻ ആയിട്ട് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. ഖുർആന്റെ നിങ്ങളെ അല്ലാഹുരെ കടക നിങ്ങളെ മനസ്സിനെ സറണ്ടർ ആക്കുക. അല്ലാഹു അവതീർണാക്കിയത് പോവൂ. നിങ്ങൾക്ക് ടൈം ആയിട്ടില്ലേ അല്ലാഹു കേക്കറ. നിങ്ങൾക്ക് മുന്നൽ കഴിഞ്ഞു പോയ ആളന്മാരെ പോലെ നിങ്ങൾ ആവണ്ട. അങ്ങ എഗന്ത്രായിട്ട് ഗൊന്തുണ്ട അങ്ങ അങ്ങ് ദീർഘമായ ടൈം കഴിഞ്ഞു പോയിട്ട് നങ് കിതാബ് തിന്ത് ആ കിതാബ് രംഗ സ്വീകരിച്ചിട്ടില്ല. ഖുർആൻ ചെന്നില്ല തൗറാത്ത് പൊർക്കരങ്ങളെ ഉദാഹരണം ഒരു കത്തറ പോലെ ഇട്ടിക്കറി. കത്തറ മേൽ കിതാബ് വെച്ചിട്ട് നിങ്ങൾ കത്തറ കൂട്ടിയോണ്ട് പോയെങ്കിൽ എടുത്തോണ്ട് അതിൽ പൊർക്കുക. പണ്ട് കാലത്തിൽ ഗാഡി ഇല്ലല്ലേ കത്തൈത്തിക്കറി യൂസ് ആക്കണമെന്നോ ചരക്കല്ല കൊമ്പോകൂ. അതിൽ കിതാബ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിയോണ്ട് പോയെങ്കിൽ അതിന് കൊന്തൗറ അതുപോലെ ഇത്തിക്കറി തൗറാത്തിരങ്ങാണ്ട് ഉദാഹരണം ചെന്നത് അങ്ങനെ പോലെ ആവണ്ട. സഹോദരന്മാർ ഞങ്ങൾ ചെന്നോണ്ട് വന്ന വിഷയ ഫുളൈൽ ഇബ്നു ഇയാദ് വിഷയിട്ടിക്കറ്. അയാൾ ഇസ്ലാമുകു അയാളെ മനസ്സ് പരിവർത്തനായകു കാരണ ആയതായ വിഷയം. ഇപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് സൂറത്തുൽ ഹദീദിലോ 16 ആയത്ത് കേട്ടിട്ട് അയാളെ മനസ്സ് പരിവർത്തനായിട്ട് നിങ്ങൾക്ക് അള്ളാഹുരെ കടക്ക് നിങ്ങളെ മനസ്സിലോ പരിവർത്തനാക്കുക ടൈം ആയിട്ടില്ലേ അള്ളാഹു കേൾക്കറ. ഒമാ നസല മിനൽ ഹഖ് അള്ളാഹു അവതീർണാക്കി ഹക്കിരെ കടക്ക് പറകു ടൈം ആയിട്ടില്ലേ. വലാ യകൂനു കല്ലദീന മിൻ ഖബൽ നിങ്ങൾക്ക് മുന്നൽ കഴിഞ്ഞു പോയങ്ങളെ പോലെ നിങ്ങൾ ആവണ്ട. ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും അങ്ക് ദീർഘമായ ടൈം കഴിഞ്ഞു പോയത് അയെങ്കിൽ അങ്ങളെ മനസ്സ് കഠിനമായി പോയത്. ഈ ഖുർആനെങ്കാലം അള്ളാഹു ചെന്നില്ലേ ഹശ്റിൽ സൂറത്ത് ഹശ്റിൽ ഈ ഖുർആനെങ്കാലം ഒരു പർവ്വതത്തെ മേൽ അവതീർണായിനെങ്കിൽ പർവ്വതം കൂടെ 100 പോവാൻ മനുഷ്യന്മാർക്ക് അവതീർണായിട്ട് എന്നിട്ടും ഈ ഹക്ര മാർഗത്തെ വിട്ടിട്ടു ശിർക്കിற മാർഗത്തേക്ക് പോയിട്ടുള്ള ഓരോ കബുറെ വൈത്തി കെട്ടിട്ട് അതിലോട്ട് ദ്വാരക്കര വേണം. പുതിയ കബർ വരുമ്പോൾ ഇപ്പോൾ റീസെന്റ് മരിച്ചു പോയതായ ആള് അയാളോ വലിയ പണ്ഡിത വലിയ തങ്ങാ ചെന്നിട്ട് അങ്ങ് മനസ്സിലാക്കിയിട്ട് അയാളോ കബർ വൈത്തി കെട്ടിയാർ. ഒരു നാൾ കൊറിയ മോഡിഫൈ ആയിട്ട് പിറ്റേണ്ട് പിന്നത്തെ മോഡിഫൈ ആയിട്ട് മൂന്നാമത്തെ നാൾ പിന്നെയും മോഡിഫൈ ആയിട്ട് പിന്നെ 4 സൈഡും ഗ്രില്ല് വെച്ചാൽ പിന്നെ അവിടെ ഡബ്ബി വയ്ക്കുന്ന മുന്നേ അവിടെ പൈസ പോലെ തുടങ്ങിയിട്ട് ഇതെല്ലാം ഞങ്ങൾ ദൃശ്യമാധ്യമത്തിൽ കണ്ടോന്നുള്ളതല്ലേ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്തിട്ട വിഭാഗല്ലേ ലാനല്ലാഹ്. അല്ലാഹുവേ ശാപ ഉണ്ടോ നബി ചെന്നത് അവസാനം മരണപ്പെട്ട അവസാന ഘട്ടത്തിലും കൂടെ ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ലാനത്തുല്ലാഹി യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അങ്ങനെ അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോയപ്പോ ഖബർ ആരാധനാലയാക്കി ചേഞ്ച് ആക്കിയാറ്. അതുകൊണ്ട് തങ്ങളെ മേലെ ശാപമുണ്ട്. ആ സ്വറ ആരെങ്കിലും അല്ലാഹുവിന്റെ നബിയുടെ ശാപുണ്ടാവും. അതുകൊണ്ട് ആരെയും ദൂരക ആരെയും പറയുക ആരെ മനസ്സ് നൊമ്പാലാക്കുക എല്ലാം കൂടെ പ്രവചന കാര്യക്രമം വെച്ചത് സതുപദേശ കൊണ്ടെത്തും. ഹക്ര മനസ്സിലാക്കി തതുക്ക് പറകു വേണേറ്റ് ഈ ഖുർആന്റെ ആശയത്തുക്ക് പറകു വേണേറ്റ് നബിയുടെ സുന്നത്തിന്റെ ആശയത്തുക്ക് പറകു വേണേറ്റ് ഈ ഖുർആനെയും സുന്നത്തെയും ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അവനുക്ക് പരലോകത്തിൽ വിജയം കിട്ടല. അവനുക്ക് പരലോകത്തിൽ വിജയത്തുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമില്ല. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും വിചാരിക്കാത്ത അത്യന്ത ഉത്തമമായ സ്വർഗോദ്യാനത്തിൽ പ്രവേശം കിട്ടണ കണ്ടീഷൻ ഒന്ന് അല്ലാഹു ചൊല്ലുന്ന തൗഹീദിലേക്ക് ഇറങ്ങുക. തൗഹീദിൽ ഒരു ഇഞ്ച് അപ്പുറം പോണ്ട. അല്ലാഹുവിന്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യ ഔലിയാക്കന്മാരൊട്ടും അമ്പിയാക്കന്മാരൊട്ടും ജിന്ന് വർഗത്തൊട്ടും മലായിക്കത്തൊട്ടും വിഗ്രഹത്തൊട്ടും ഏതൊട്ടും ദ്വാരക്കണ്ട. ഖുർആൻ ചൊല്ലോ തആലൗ നിങ്ങ ബറു ചെന്നിട്ട്
ನಂಕುಂ ನಿಂಕುಂ ಒಟ್ಟುಗು ಸಮಾನಮಾಯ್ತುಳ್ಳೆ അള്ളാഹു ശിർക്കാക്കുത്തിൽ അള്ളാഹു മാത്രം ഇബാദത്ത് എടുക്കണം ചില ആശയത്തേക്ക് ബറു എന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുട്ടയിട്ട് നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. ആ സ്വർഗല്ല നമുക്ക് വേണ്ടത്. ദുനിയാവുരെ ക്ഷണികമായ ജീവിതമാ. അള്ളാഹുരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടുകോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞയിലൊട്ടുക ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടു കേൾക്കപ്പെട്ടത് എന്തിനായിട്ട് നബിയുടെ സ്വഭാവ അഖ്ബിർനി ബിഖുലുഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വിഷയം നമുക്ക് ചെന്തറു ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് ചെന്ന വഖാലത്ത് കാന ഖുലുഖുൽ ഖുർആൻ അമാ തഖറഉ ഖൗലല്ലാഹി അസ്സ വജൽ വഇന്നക ലഅലാ ഖുലുഖിൻ നളീം. നബിയുടെ സ്വഭാവ ഖുർആനായിട്ട് നിങ്ങൾ ഓതില്ല അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ചെന്ന അത്യുന്നതമായ സ്വഭാവമായിട്ടിക്കര് എല്ലാവർക്കും മാതൃകയായ സ്വഭാവം. അത് വിശ്വാസ രംഗത്തിലാവട്ടു, കർമ്മരംഗത്തിലാവട്ടു, സ്വഭാവത്തെ രംഗത്തിലാവട്ടു, പെഞ്ഞൈമാരൊട്ടിക്കേണ്ട സ്വഭാവ വിഷയത്തിലാവട്ടു, സാഹോദര്യ ബന്ധത്തിലാവട്ടു, ഏത് രംഗ എടുത്തെങ്കിലും നബിയുടെ മാതൃ ഇല്ലാത്ത ഒരു രംഗവുമില്ല. ആ നബിയുടെ വിഷയം അല്ലാഹു ചെന്നു ആ നബി കൈത്തിക്കര് ഖുർആൻ അവതീർണായിരോ ആ നബിയുടെ സ്വഭാവ ഐത്തിക്കര് ഖുർആന്റെ സ്വഭാവ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ നബിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഞങ്ങളെ ബാല്യക്കാരെ ഡ്രസ്സിങ് എങ്ങനുണ്ടോ? ഞങ്ങളെ സഹോദരിമാരെ ഡ്രസ് എങ്ങനുണ്ടോ? ഞങ്ങളെ സ്വഭാവം എങ്ങനുണ്ടോ? കർസാകൃതായ ബാല്യക്കാർ അന്യ ആളന്മാർ അന്യ പുരുഷന്മാരെ അട്രാക്ഷൻ ആക്കി ഡ്രസ് ഇട്ടതായ പെണ്ണിങ്ങ സഹോദരിമാർ അറിയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഡ്രസ് ഇടണ്ട. കേവല തൗഹീദ് മാത്രം ബന്ധമില്ല. തൗഹീദ് ആധാരത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങളെ ഡ്രസ്സിങ്ങും ഞങ്ങളെ സ്വഭാവവും ഞങ്ങളെ കുടുംബ ജീവിതവും നല്ലാവണം. ഖുർആൻ അതൈതിക്രിച്ചത് ആറ് കുടുംബ ബന്ധത്തെ കട്ടാക്കറ അങ്ങ് അല്ലാഹുവിനെ ലഅനത്തുണ്ടോ അങ്ങ് കണ്ടു കാണാത്തങ്ങയും കാത് കേൾക്കാത്തങ്ങക്ക് വിടുവാൻ അല്ലാഹു ഞങ്ങൾക്ക് ഖുർആനിൽ എച്ചരിക്ക തണ്ട. ഇതൈതിക്ര ഖുർആൻ. ഈ ഖുർആന്റെ ഈ യോജനയിൽ കൈ ജോഡിസർ. ഈ ഖുർആൻ ഈ യോജനയിൽ കൈ ജോഡിസിയെങ്കിൽ ഞങ്ങൾക്ക് പാരത്രികമായ വിജയ കിട്ടൂ. ഖുർആൻ പാരായണാക്കണോ ഔത്തുൽ തെച്ചിത്ത് റമദാനിലും പാരായണാക്കണോ അതിലൊട്ടുകു അർത്ഥ പഠിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ഔത്തുൽ തെച്ചിത്ത് ഖുർആൻ ഓതിയോണ്ടിരിക്കുമ്പോ പുറത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കരു മോമിനീങ്ങളെ, പുറത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കര്. പുറത്തിൽ ഒണ്ടമല്ല കുതിരമ കെട്ടിട്ട സെഡിൽ നിന്നൊരു ശബ്ദ നോക്കുമ്പോ അയാൾ പുറത്ത് വന്നിട്ട് നോക്കുമ്പോ ആകാശത്തിൽ ഫുള്ളായിട്ട് മേഘം നിറഞ്ഞിട്ടുണ്ടോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടുകു ആ സ്വഹാബി പോയി ചെന്ത് നബിയെ ഇങ്ങനെ സംഭവിച്ചു നബിയെ എന്തൊരു ഇതര വിഷയാണ്ട്. ആ സമയത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് അത് നിന്റെ ഖുർആൻ പാരായണത്തെ കേട്ടിട്ട് ആകാശത്തിൽ നിന്ന് മലായിക്കത്തുമാരിൽ നിബന്ധതായിട്ടിക്കരേ നീനങ്കാലും ഈ ഖുർആൻ പാരായണത്തെ മുൻവർച്ചിനെങ്കില് ആകാശ ഇടീ മലായിക്കത്തുമാർ നിറഞ്ഞു പോവാൻ താറ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അതൈതി ഖുർആൻ ഞങ്ങളെ മുട്ടുണ്ടോ, ഞങ്ങളെ മൊബൈൽ ആപ്പ് ഉണ്ടോ ഖുർആന്റെ ഓതൊരു പഠിക്കൊരു. മരണത്തെ പിന്നെ പഠിക്കുന്ന ആരില്ല. മരണത്തെ പിന്നെ പഠിക്കുന്ന ആരില്ല. ഞങ്ങൾക്ക് ഖബർ ജീവിതത്തിൽ പഠിക്കുന്ന ആരില്ല, പരലോകത്തിലില്ല. ഞങ്ങളെ റൂഹ് തൊണ്ട ഗുളിക ബന്ധി എത്തിയ പിന്ന ഞങ്ങളെ തൗബ സ്വീകരിക്കില്ല, ഞങ്ങളെ അമല സ്വീകരിക്കില്ല. ഇപ്പൊ സൂര്യ അസ്തമിച്ചോണ്ടുള്ള അവിടുത്തെ ഉദിക്കുന്ന നാള് വരുമ്പോ അന്റെ അമലാക്കിയത് കൊണ്ട് സ്വീകരിക്കപ്പെടില്ല. പരലോക വിജയം വേണ്ടേ, ആഖിറത്തിൽ വിജയം വേണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലില്ലേ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. ഒരു വിഭാഗത്തെ അല്ലാഹു ഗ്രൂപ്പായിട്ട് നരകത്തെ തീകു അനയിക്കുമ്പോ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ. അങ്ങ് സ്വർഗ്ഗത്തിക്ക് പോകുമ്പോ അതായത് നരകത്തിക്ക് പോകേണ്ട വിഭാഗം അങ്ങ് നരകത്തെ ബായിലേക്ക് എത്തുമ്പോ
ആ ജഹന്നബിന്റെ ബായിലേക്ക് ജഹന്നബ് ഗ്രൂപ്പായിട്ട് എത്തുമ്പോ അതിന്റെ ബായിലേക്ക് എത്തുമ്പോ അതിന്റെ ആളന്മാർ കാക്കരങ്ങ കേൾക്കാറ് വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റസൂലുൻ മിൻകും നിങ്ങൾക്ക് നബിമാർ ಬಂತಿല്ലേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം തന്നെ നബിമാർ ಬಂತಿല്ലേ യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും അല്ലാഹുവിന്റെ ആയത്ത് ഓതി തന്നതായ നബിമാർ ಬಂತಿല്ലേ വയുൻദിറൂനകും ലിഖാ യൗമികും ഹാദാ ഈ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് മീട്ടാവുകൊണ്ട് സന്ദർശിക്കൊണ്ടു ചെല്ലതായ ഇങ്ങനത്തെ ഒരു നാൾ പറകൊണ്ടു ചെല്ലതായ വിഷയ സന്ദേശ തന്റെ നബിമാർ ಬಂತಿಲ್ಲ നിങ്ങൾക്ക് അങ്ങ് എന്തിനു ചെല്ലാറ് ഖുർആനെ ധിക്കരിച്ചങ്ങ പാല് കിതാബും മൗലൂദ് കിതാബിനെ പെറോൽ പോയങ്ങ ഖുർആനെ ധിക്കരിച്ചിട്ട് അങ്ങനെ മുസ്ലിയാക്കന്മാർ ചെന്നത് മാത്രം നേരെ ചെന്നിട്ട് അതിരെ പെറോല് പോയങ്ങ ഖുർആനക്ക് വിരുദ്ധമായി നടന്നെങ്കിലും അതേ നേരെ ചെന്നിട്ട് അംഗീകരിച്ചങ്ങ അതിരെ പെറോൽ പോയങ്ങ ഖാലു ബലാ ബന്നരി റസൂൽ അങ്ങ് ബന്നരാർ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ അയങ്ങളെ കാഫിരീങ്ങളെ മേൽ അല്ലാഹുരെ അദാബ് സത്യമായിരുന്നു അതേപോലെ അല്ലാഹു അതിന് മുന്നത്തെ 15ാമത്തെ ആയത്തിൽ അതേപോലെ സ്വർഗത്തേക്ക് പോകേണ്ട ഞങ്ങളുടെ വിഷയ 74ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ല 74ാമത്തെ ആയത്തിൽ വസീഖല്ലദീന റബ്ബഹും ഇലൽ ജന്നതി സുമറാ മുഅ്മിനായ മനുഷ്യന്മാർ സൂറത്ത് സുമറിലെ 74ാമത്തെ ആയത്ത് സ്വർഗത്തേക്ക് പോകേണ്ട ആളന്മാർ അങ്ങനെ സ്വർഗത്തിങ്ങനെ കൂട്ടിയോണ്ട് പോകുമ്പോൾ അങ്ങ് സ്വർഗത്ത് പ്രവേശിക്കുമ്പോൾ അങ്ങ് സ്വർഗത്ത് പോകുമ്പോൾ ഡോറ് തുറക്കപ്പെട്ട് സ്വർഗത്ത് വഖാല ലഹും ഖസനതുഹാ സ്വർഗത്തിലെ കാക്കര മലായിക്കത്തുമാർ എന്തിനു ചെല്ലാർ ಬಂತುಂಡ സലാമുൻ അലൈക്കും തിബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ നിങ്ങൾക്ക് നല്ലാവട്ടെ നിങ്ങൾ സ്വർഗത്ത് പ്രവേശിക്കും നിങ്ങൾക്ക് സലാമത്തിക്ക് നിങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവട്ടോ നിങ്ങൾ നല്ലാക്കിട്ട് വന്നറാറ് നിങ്ങൾ ഇതാ ഖാലിദീനായിട്ട് ശാശ്വതമായിട്ട് സ്വർഗത്ത് പ്രവേശിക്കോറൂ ആ കേട്ടകരിൽ നിങ്ങൾ സേരണ്ടേ ആ മുഅ്മിനീങ്ങളെ വിഭാഗത്തിൽ സേരണ്ടേ ഖബർ ശിക്ഷയില്ലാണ്ട് മാശറിന് ശിക്ഷയില്ലാണ്ട് നരക ശിക്ഷയില്ലാണ്ട് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കണ്ടെങ്കിൽ ഖുർആന്റെ അധ്യയനാക്കൂ ഈ 14ാമത്തെ ಹಂತത്തെ എക്സാമുಗೂ നിങ്ങൾക്ക് എൽദഗുള്ള എക്സാം എൽദഗുള്ളതാ എല്ലാ അവകാശവും ഉണ്ട് നിങ്ങളെ ഈ നന്ദാവരത്ത് വെച്ചിട്ട് ഒരു സെന്റർ ആക്കോടിങ്ങ സെന്റർ ആക്കിയിട്ട് ഒരു 25 ആൾ 30 50 ആളന്മാർ ಸೇರ್ಪಾಡಿ ഖുർആൻ എൽദൊരു എക്സാം എൽദಗೆಂದು ಕಷ್ಟ ಇಲ್ಲ SSLC ಎಕ್ಸಾಮ್ ಎಲ್ದು ಚೊಮ್ಮ ಎಲ್ದಗೊಂದಿಲ್ಲ ಜಸ್ಟ್ 50 ಕ್ವೆಶ್ಚನ್ ಬಂದ അതിൽ 4 ഓപ്ഷൻ ഇക്കറ് അത് കറക്റ്റ് നിങ്ങൾ ടിക്ക് ആക്കി അത്രമേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ചെല്ലുകൾ ഉപദേശം ഇതായിത്തിക്കറ് നിങ്ങൾ ഖുർആൻ അധ്യയനം ആക്കും നബിയുടെ സുന്നത്ത് അധ്യയനം ആക്കും ഈ സമുദായത്തിൽ ഈ സൗണ്ട് കേൾക്കറോ എല്ലാവരും ചെല്ലുകൊള്ളതേ ഖുർആന്റെ കಡೆಗೆ ಬರು ഖുർആന്റെ ಕಡೆಗೆ സുന്നത്തിനെ കಡೆಗೆ ಅದಕ್ಕೆ ಬಂದಂಗ ನಂಗೆ ಪರಲೋಕ ವಿಜಯ ഉണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കിയിട്ട് അതിനെ സ്വീകരിക്കുകയും ബാത്തിൽ പോലെ മനസ്സിലാക്കിയിട്ട് അതിനെ തിരസ്കരിക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്മനസ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ അഹ്ലുകാരാക്കിയിട്ട് അല്ലാഹു ഞങ്ങളെ പരിവർത്തനാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ എക്സാം യോജനാക്കിയ ഇതിലെ സംഘാടകന്മാർക്ക് അതിലെ സ്വരത്തിലെ പേരോല് പൂന്തുള്ള എല്ലാ നല്ല നല്ല മനുഷ്യന്മാർ സഹോദരന്മാർക്ക് തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. 30 ജുസും തീർക്കുള്ളതായ ഒരു അവകാശ ഒരു തൗഫീഖ് അല്ലാഹു ഇതിലെ സംഘാടകന്മാരും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അതിലെ ഇത്രത്തോളം എക്സാം എഴുതിയെങ്കിൽ അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്തു ഇനി മുന്നുള്ള എല്ലാവർക്കും എക്സാം എഴുതുള്ളതായ ആവേശത്തെയും മനസ്സിനെയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.